ഹലോ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. എല്ലാവർക്കും ടേസ്റ്റി ക്വീൻസിൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒരു സ്പെഷ്യൽ പായസമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓണമായിട്ട് എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആയിരിക്കും മത്തങ്ങ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പായസമാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ മത്തങ്ങ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒറ്റ വിസിൽ മതി. അതിലാണ് ഈ മത്തങ്ങ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ മത്തങ്ങയുടെ ഒരു 1/2 പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഉരുളി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നെയ്യ് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മത്തങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്ക് ആ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പായസമാണിത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിൻ്റെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ല, മത്തങ്ങയുടെ പൾപ്പ് നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 4 അച്ച് ശർക്കരയായിരുന്നു പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പകുതിയിൽ കൂടുതൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മധുരത്തിനനുസരിച്ച് അളവ് വ്യത്യാസപ്പെടുത്താം. ഇനി ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ മത്തങ്ങയുടെ പൾപ്പ് നന്നായിട്ട് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാലാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് നല്ല വാട്ടറി ആയിട്ട് തോന്നും. പക്ഷേ ഈ 2ാം പാലിൽ കിടന്നത് വീണ്ടും നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു കൺസിസ്റ്റൻസി മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരത്തിൻ്റെ 1ാം പാലാണ്. അപ്പോൾ 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് തിളപ്പിക്കരുത്. അതായത് തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. പിന്നെ ഓട്ടുരുളിയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ചൂട് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് തന്നെ നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. നാളികേരത്തിൻ്റെ കൊത്ത് വറുത്തിടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടിയും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വറുത്തിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് സ്പെഷ്യൽ മത്തങ്ങ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.